തുലാവർഷം ആരംഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. RSS ക്യാമ്പിലെ പീഡനം, യുവാവിന്റെ വീഡിയോ മരണമൊഴി പുറത്ത്. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തുലാവർഷം ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. ഞായറാഴ്ചയോടേത് കേരള കർണാടക തീരത്തിന് സമീപം ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്നാണ് പ്രവചനം. ഇന്നും നാളെയും മധ്യ തെക്കൻ ജില്ലകളിൽ പരക്കെ മഴ സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പള്ളുരുത്തി സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ശിരോവസ്ത്രം ധരിച്ചെത്തിയതിനെ തുടർന്നുണ്ടായ വിഷയങ്ങൾ സമവായത്തിലൂടെ പരിഹരിച്ചെങ്കിൽ അങ്ങനെ തീരട്ടെ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ തലത്തിൽ സമവായം ഉണ്ടായെങ്കിൽ അത് നല്ലതാണ്. വിഷയം അങ്ങനെ തീരട്ടെ എന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. RSS ക്യാമ്പിൽ പീഡനത്തിനിരയായി എന്ന് പോസ്റ്റിട്ട ശേഷം ആത്മഹത്യ ചെയ്ത RSS പ്രവർത്തകനായ യുവാവിന്റെ വീഡിയോ മരണമൊഴി പുറത്ത്. തന്നെ കുട്ടിക്കാലത്ത് പീഡനത്തിനിരയാക്കിയ ആളുടെ പേര് സഹിതം വെളിപ്പെടുത്തുന്ന മൊഴിയാണ് യുവാവിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും RSSകാരുമായി ഇടപഴകരുതെന്നും സോകോൾഡ് സംഘികൾ ആയ അവർ പീഡകരാണെന്നും ആത്മഹത്യാക്കുറിപ്പിന് സമാനമായി വീഡിയോയിലും പറയുന്നുണ്ട്. സ്വർണ്ണവില വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുയർന്നു. ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും 400 രൂപ വീതമാണ് പവന് കൂടിയത്. ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് 50 രൂപ കൂടി 11,865 രൂപയും പവന് 400 രൂപ കൂടി 94,920 രൂപയുമാണ് വർദ്ധിച്ചത്. ഇന്ന് രാവിലെ പവന് 94,520 രൂപയും ഗ്രാമിന് 11,815 രൂപയുമായി. 110 ഗ്രാം MDMA-യുമായി തൃശൂർ ഇരിങ്ങാലക്കുടയിൽ യുവാവിനെ പോലീസ് പിടികൂടി. പുതുപൊന്നാനി സ്വദേശി ഫിറോസ് ആണ് പോലീസ് പിടിയിലായത്. ബുധനാഴ്ച രാവിലെ കോയമ്പത്തൂരിൽ നിന്ന് KSRTC ബസ്സിൽ വന്നിറങ്ങിയപ്പോഴാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. വിൽപ്പനയ്ക്കായി എത്തിച്ച ലക്ഷങ്ങൾ വില വരുന്ന ലഹരി ഇയാളുടെ പക്കൽ നിന്നും പിടികൂടി. മലപ്പുറത്ത് SIയെ വാഹനമിടിപ്പിച്ച കേസിലും ഫിറോസ് പ്രതിയാണ്. ജയ്സാൽമീറിൽ ബസ്സിന് തീപിടിച്ച് മരിച്ചവരുടെ എണ്ണം 21ആയി. 15 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാജസ്ഥാനിലെ ജോധ്പൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിനാണ് തീപിടിച്ചത്. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്കായിരുന്നു അപകടം. കുട്ടികളടക്കം 57 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. ജയ്സാൽമീർ ജോധ്പൂർ ഹൈവേയിലെത്തിയപ്പോൾ ബസ്സിന്റെ പിന്നിൽ നിന്ന് പുക ഉയരാൻ തുടങ്ങുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ഡൽഹിയിൽ വായു മലിനീകരണം വീണ്ടും രൂക്ഷമാകുന്നു. വായു ഗുണനിലവാര സൂചികയിൽ ഇന്ന് 5 ഇടങ്ങളിൽ AQI 300 രേഖപ്പെടുത്തി. വളരെ മോശം വിഭാഗത്തിലാണ് ഡൽഹിയിലെ വായു ഗുണനിലവാരമുള്ളത്. വായു ഗുണനിലവാരം പരിശോധിക്കുന്ന 40 സ്റ്റേഷനുകളാണ് ഡൽഹിയിലുള്ളത്. ഇതിൽ 5 AQI 300 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്തോനേഷ്യൻ കപ്പൽശാലയിൽ എണ്ണ ടാങ്കറിൽ തീപിടുത്തം. സ്ഫോടനത്തിൽ 10 പേർ മരിച്ചു, 21 പേർക്ക് പരിക്കേറ്റു. ഇന്തോനേഷ്യയിലെ ബദംദേവിലെ കപ്പൽശാലയിൽ ക്രൂഡ് പാം ഓയിൽ ടാങ്കറിലാണ് തീപിടുത്തമുണ്ടായത്. ടാഞ്ചുൻ ഗുൻകാങ് തുറമുഖത്തെ കപ്പൽശാലയിൽ അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയിരുന്ന കപ്പലിലാണ് അപകടം. കപ്പലിന്റെ ഗ്യാസ് ടാങ്കറിലാണ് തീപിടുത്തമുണ്ടായത്. അറ്റകുറ്റപ്പണി നടത്തിയിരുന്ന തൊഴിലാളികൾ ആ സമയത്ത് കപ്പലിൽ ഉണ്ടായിരുന്നതായി റിയാവു ദ്വീപ് പ്രവിശ്യ പോലീസ് മേധാവി അസബ് സഫറുദ്ദീൻ പറഞ്ഞു. അഫ്ഗാൻ പാക് അതിർത്തിയിൽ വീണ്ടും ഏറ്റുമുട്ടൽ. 20 താലിബാനികൾ കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാന്റെ അവകാശവാദം. അഫ്ഗാൻ പ്രകോപനം ഉണ്ടാക്കിയെന്നും തിരിച്ചടിച്ചെന്നുമാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. അതേസമയം 12 സാധാരണക്കാർ പാക് ആക്രമണത്തിൽ മരിച്ചെന്നും ശക്തമായി തിരിച്ചടിച്ചെന്നും താലിബാൻ അവകാശപ്പെടുന്നു. നിരവധി പാക് സൈനികരെ വധിച്ചെന്നും സൈനിക പോസ്റ്റുകൾ തകർത്തെന്നും താലിബാൻ പ്രതികരിച്ചു. 41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിൽ വിജയിയെയും തമിഴ് വെട്രിക്കഴകം പാർട്ടിയെയും നിശിതമായി വിമർശിച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭയിൽ. TVKയുടെ സമയക്രമങ്ങളിലെ പിഴവാണ് കരൂരിൽ തിക്കും തിരക്കും ഉണ്ടാകാൻ കാരണമായതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടി പ്രതീക്ഷിക്കാമെന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നതെന്നും സ്റ്റാലിൻ പറഞ്ഞു. എന്നാൽ ഉച്ചയോടെ വിജയ് വേദിയിലെത്തുമെന്നും പോലീസ് വിന്യാസം പുനഃപരിശോധിക്കണമെന്നും TVK പാർട്ടി അറിയിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.